നല്ല വാഴ ഇലയിൽ പൊതിഞ്ഞ ബീഫ് ബിരിയാണി ഒന്ന് കണ്ടാലോ? വാ നോക്കാം. അപ്പൊ നമ്മള് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് നല്ല വിശന്നിരുന്ന സമയത്ത് നമ്മുടെ ഹോട്ടലിൽ കയറിയിട്ടാ. അപ്പൊ ഒരു 100 രൂപയാണ് ഈ ബിരിയാണിയുടെ വില വരുന്നത് കേട്ടോ. അപ്പൊ അതിലൊരു 2 അച്ചാറ് വരുന്നുണ്ട്, പിന്നെ ഒരു സാലഡ് കുക്കുംബറൊക്കെ ഇട്ടുള്ളത്, പിന്നെ ഒരു പഴത്തിലാണ് അതിൽ വന്നിരുന്നത് കേട്ടോ. പക്ഷെ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. വായിന്ന് വെള്ളം വന്നിട്ട് പോയി കേട്ടോ. ബിരിയാണി ഞാൻ ആദ്യം കരുതിയത് എനിക്ക് ചിക്കനാണ് വാങ്ങിക്കുന്നത്. സാധാരണ എല്ലായ്പ്പോഴും ചിക്കൻ ബിരിയാണി എനിക്ക് വാങ്ങിച്ചു തരാറ്. പക്ഷേ ഇത് ബീഫ് ബിരിയാണി ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. നല്ല വിശപ്പായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം, ഇങ്ങനെ ബീഫിന്റെ കഷ്ണങ്ങളൊക്കെ എത്ര എണ്ണ ഉണ്ടെന്ന് എണ്ണി 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 ഇരിക്കുന്ന കേട്ടോ. ബീഫ് ബിരിയാണിയുടെ ഒപ്പം തന്നെ ഒരു മുട്ടയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ പീസും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നിരിക്കും. പക്ഷെ പാട് വന്നിരിക്കുന്ന സമയമായിരുന്നു, എന്റെ കൺട്രോള് പോയി. അങ്ങനെ എല്ലാം കൂട്ടി അങ്ങ് പൊഴിച്ചിട്ടോ ഉഷാറ് സാധനം. വാഴയിലയിൽ പൊതിഞ്ഞ കാരണം അതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം തിരുത്തി പറയുകയാണ്, 100 രൂപയില്ല 90 രൂപയായിരുന്നു കേട്ടോ ഈ ബിരിയാണിയുടെ വില വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി കഴിച്ചു. പിന്നെ പയ്യെ പയ്യെ ആസ്വദിച്ചിരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. സമയമെടുത്ത് ആസ്വദിച്ച് കേട്ടോ ഞാൻ കഴിക്കും. ബാക്കി വെക്കാറാണ് സാധാരണ. പക്ഷെ ഇത് അടിപൊളി ബിരിയാണി ആയിരുന്നു.